Senior Instructor Information Communication Technology System Maintenance ന്റെ Module 2 Part 2 ആണ്. C was invented and first implemented in 1972 by Dennis Ritchie. C ആദ്യമായിട്ട് ഇൻവെന്റ് ചെയ്തതും ഇംപ്ലിമെന്റ് ചെയ്തതും ഡെന്നിസ് റിച്ച് ആണ് 1972. ഇറ്റ് ഈസ് റിലയബിൾ, സിമ്പിൾ ആൻഡ് ഈസി ടു യൂസ്. ഇത് റിലയബിൾ ആണ്, സിമ്പിൾ ആണ്, ഉപയോഗിക്കാൻ ഈസി ആണ്. The C language is placed in between low level language and high level language. C language എവിടെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്? ലോ ലെവൽ ലാംഗ്വേജിനും ഹൈ ലെവൽ ലാംഗ്വേജിന്റെയും ബിറ്റ്വീൻ ആയിട്ടാണ്. It combines the elements of high level language with the features of assembly language. High level language elementsനെ കമ്പൈൽ ചെയ്യുന്നു അസംബ്ലി ലാംഗ്വേജിന്റെ ഫീച്ചേഴ്സിനോടൊപ്പം. അടുത്തായിട്ട് ബേസിക് സ്ട്രക്ചർ ഓഫ് എ സി പ്രോഗ്രാം ആണ്. ഇതാണ് ഒരു സി പ്രോഗ്രാമിന്റെ ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചർ. ഫസ്റ്റ് ഹെഡർ ആണ്, അതായത് ഫസ്റ്റ് പ്രോഗ്രാമിംഗ് സി, അത് സ്റ്റാർ നൊട്ടേഷൻ ഉള്ളിലാണ് എഴുതുന്നത്. അത് ഹാഷ് ഇൻക്ലൂഡ്, ഹെഡർ ഹാഷ് ഇൻക്ലൂഡ് stdio.h, void main of open brace, printf welcome to C word close brace. The lines beginning with this slash star and end with star slash are known as command lines. അതായത് ആദ്യത്തെ ഫസ്റ്റ് പ്രോഗ്രാമിംഗ് സി, അത് ആ ഒരു നൊട്ടേഷൻ അകത്ത് വരുന്ന സാധനത്തിന് കമാൻഡ് ലൈൻസ് എന്നറിയപ്പെടുന്നു. കമാൻഡ് ലൈൻസ് ആർ നോട്ട് എക്സിക്യൂട്ടബിൾ സ്റ്റേറ്റ്മെന്റ്സ്. അതായത് കമാൻഡ് ലൈൻസിനകത്തുള്ളതിനെ എക്സിക്യൂട്ട് ചെയ്യത്തില്ല. Therefore, anything between slash star and star slash is ignored by the compiler. അതായത് ഈ ഒരു നൊട്ടേഷനകത്ത് എന്തുണ്ടെങ്കിലും അതിനെ കമ്പൈലർ എന്തെയും ഇഗ്നോർ ചെയ്യും. In general, a command can be inserted anywhere. Blank space can occur at the beginning, middle, or end of a line. The double slash ആണെങ്കിൽ single line command ആണ്. But the hash include stdio.h is a preprocessor directive which ensures reading and header file stdio.h. അതായത് hash include stdio.h എന്ന് പറയുന്നത് ഒരു preprocessor directive ആണ്. ഇത് റീഡിങ്ങിന് വേണ്ടിയിട്ടാണ്. stdio.h എന്ന് പറയുന്നത് ഹെഡർ ഫയൽ ആണ്. A preprocessor directive is a command to the preprocessor pass of compilation to perform a specific task. preprocessor directive എന്ന് പറയുന്നത് ഒരു കമന്റ് ആണ്. എന്തിനു വേണ്ടിയിട്ട്? preprocessor പാസ് ചെയ്യുന്ന ഒരു കമന്റ് ആണ്. അതായത് സ്പെസിഫിക് ടാസ്ക് കമ്പൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് preprocessor പാസ് ചെയ്യുന്ന ഒരു കമാൻഡ് ആണ് preprocessor directive. Main is a special function used by the C system to tell computer where the program starts. അതായത് മെയിൻ ഫംഗ്ഷൻ എന്തിനാണ് ഉപയോഗിക്കുന്നത്? പ്രോഗ്രാം എവിടെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് കമ്പ്യൂട്ടറിന് പറഞ്ഞു കൊടുക്കാൻ. ഒരു പ്രോഗ്രാം മസ്റ്റ് ഹാവ് വൺ മെയിൻ ഫംഗ്ഷൻ. അതായത് എല്ലാ പ്രോഗ്രാമിനും ഒരു മെയിൻ ഫംഗ്ഷൻ ഉണ്ടായിരിക്കും. ഓപ്പൺ ബ്രേസസ്, ബിഗിനിങ് ഓഫ് മെയിൻ ഫംഗ്ഷൻ, ക്ലോസ് ബ്രേസസ്. സ്റ്റേറ്റ്മെന്റ് വിത്തിൻ ഓപ്പൺ ആൻഡ് ക്ലോസ് ബ്രേസ് ഈസ് എ ഫംഗ്ഷൻ ബോഡി. അതായത് ഓപ്പൺ ബ്രേസസും ക്ലോസ് ബ്രേസസിനകത്തുള്ളത് ഫംഗ്ഷൻ ബോഡിയാണ്. printf welcome to the C word. printf is a pre-defined standard C function for printing output. അതായത് printf എന്ന് പറയുന്നത് ഒരു pre-defined ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് C ഫംഗ്ഷൻ ആണ്. എന്തിനു വേണ്ടിയിട്ട്? ഔട്ട്പുട്ട് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. Pre-defined means that it is a function that has been already be written and compiled and linked together with the program at the timing of linking. അതായത് പ്രീ ഡിഫൈൻഡ് എന്ന് വെച്ചാൽ ഓൾറെഡി ചെയ്തു വെച്ചിരിക്കുന്ന ഒരു സാധനമാണ്. പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്ത്, കമ്പൈൽ ചെയ്യുന്ന റൈറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? ലിങ്ക് ചെയ്യും. The printf function causes everything between starting and ending quotation marks to be print out. അതായത് quotation മാർക്കിനകത്തുള്ള എന്താണ് അത് പ്രിന്റ് ചെയ്യും. Every statement in C should end with a semicolon. അതായത് സിയിലെ എല്ലാ സ്റ്റേറ്റ്മെന്റും സെമികോളനിലാണ് അവസാനിക്കുന്നത്. ഇത് സ്ട്രക്ചർ ഓഫ് എ സി എന്ന് വെച്ചാൽ ഇങ്ങനെയാണ്. അതായത് ഡോക്യുമെന്റേഷൻ സെക്ഷൻ, ലിങ്ക് സെക്ഷൻ, ഡെഫിനിഷൻ സെക്ഷൻ, ഗ്ലോബൽ സെക്ഷൻ, മെയിൻ ഓഫ്, ഓപ്പൺ ബ്രേസസ്, ഡിക്ലറേഷൻ പാർട്ട്, എക്സിക്യൂട്ടബിൾ പാർട്ട്, ക്ലോസ്, സബ് പ്രോഗ്രാം സെക്ഷൻ, ഫംഗ്ഷൻ, N1 to N ഫംഗ്ഷൻസ്, യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് ആണ് ഈ ഒരു സബ് പ്രോഗ്രാം സെക്ഷനിൽ ഉപയോഗിക്കുന്നത്. അടുത്തായിട്ട് ഡോക്യുമെന്റേഷൻ സെക്ഷൻ ആണ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ സെറ്റ് ഓഫ് കമാൻഡ് ലൈൻസ് ഗിവിംഗ് ദ നെയിം ഓഫ് ദ പ്രോഗ്രാം ആൻഡ് അതർ ഡീറ്റെയിൽസ് വിച്ച് ദ പ്രോഗ്രാമർ വുഡ് ലൈക്ക് ടു യൂസ് ലേറ്റർ. അതായത് ഡോക്യുമെന്റേഷൻ സെക്ഷനിൽ എന്താണ്? കമാൻഡ് ലൈൻസിന്റെ ഒരു സെറ്റ് ആണ്. അതെന്താണ്? പ്രോഗ്രാമിന് കൊടുത്തിരിക്കുന്ന നെയിമും മറ്റു ഡീറ്റെയിൽസും ഒക്കെയാണ് ഈ ഒരു ഡോക്യുമെന്റേഷൻ സെക്ഷനിൽ ഉപയോഗിക്കുന്നത്. പ്രോഗ്രാമറിന് ഇത് ലേറ്ററിൽ ഉപയോഗിക്കാൻ പറ്റും, യൂസ് ചെയ്യാൻ കഴിയും. അടുത്ത ലിങ്ക് സെക്ഷൻ ആണ്. ലിങ്ക് സെക്ഷൻ എന്ന് വെച്ചാൽ ഇൻസ്ട്രക്ഷൻ ടു ലിങ്ക് ഫംഗ്ഷൻ ഫ്രം സിസ്റ്റം ലൈബ്രറി ഡയറക്റ്റീവ്. അതായത് സിസ്റ്റത്തിലുള്ള ലൈബ്രറി ഡയറക്റ്റീവ്, preprocessor ഡയറക്റ്റീവ് നിന്നും ഇൻസ്ട്രക്ഷൻസ് ലിങ്ക് ഫംഗ്ഷനിലോട്ട് കൊടുക്കുന്നതാണ് ലിങ്ക് സെക്ഷൻ.
അടുത്ത ഡെഫിനിഷൻ സെക്ഷൻ. ഇറ്റ് ഡിഫൈൻസ് ഓൾ സിംബോളിക് കോൺസ്റ്റന്റ്സിനെയൊക്കെ ഡിഫൈൻ ചെയ്യുന്നതാണ് ഡെഫിനിഷൻ സെക്ഷൻ. അടുത്ത ഗ്ലോബൽ ഡിക്ലറേഷൻ. കണ്ടെയ്ൻസ് ദ ഡിക്ലറേഷൻ ഓഫ് എ വേരിയബിൾ വിച്ച് വിൽ ബി യൂസ് ഇൻ ദ പ്രോഗ്രാം. അതായത് പ്രോഗ്രാമിൽ ഉപയോഗിക്കുന്ന വേരിയബിൾസിനെയൊക്കെ ഡിക്ലെയർ ചെയ്യുന്നതാണ് ഈ ഗ്ലോബൽ ഡിക്ലറേഷനിൽ. അടുത്ത മെയിൻ ഫംഗ്ഷനിൽ 2 പാർട്സ് ഉണ്ട്. ഡിക്ലറേഷൻ പാർട്ടും എക്സിക്യൂട്ടബിൾ പാർട്ടും. ഡിക്ലറേഷൻ പാർട്ട് എന്ന് വെച്ചാൽ declares all the variables used in the executable part. എക്സിക്യൂട്ടബിൾ പാർട്ടിൽ ഉപയോഗിക്കുന്ന എല്ലാ വേരിയബിളിനെയും എന്താണ് ഡിക്ലെയർ ചെയ്യും. എക്സിക്യൂട്ടബിൾ പാർട്ട് എന്ന് വെച്ചാൽ there is at least one statement in the executable part. എക്സിക്യൂട്ടബിൾ പാർട്ടിൽ ഒരു സ്റ്റേറ്റ്മെന്റ് എങ്കിലും ഉണ്ടായിരിക്കും. The program execution begins at the open braces and ends with the closing braces. അതായത് എക്സിക്യൂഷൻ ചെയ്യാനുള്ള പ്രോഗ്രാം എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം? ഓപ്പൺ ബ്രേസസിലും ക്ലോസ് ബ്രേസസിലും. സബ് പ്രോഗ്രാം സെക്ഷൻ contain all the user defined function data called in main function. അതായത് സബ് പ്രോഗ്രാം സെക്ഷൻ എന്ന് വെച്ചാൽ മെയിൻ ഫംഗ്ഷനിലുള്ള യൂസർ ഡിഫൈൻഡ് ആയിട്ടുള്ള ഫംഗ്ഷൻ ഡാറ്റയെ അടങ്ങിയതാണ് സബ് പ്രോഗ്രാം സെക്ഷൻ. ഇത് മെയിൻ ഫംഗ്ഷനിൽ കോൾ ചെയ്യാൻ കഴിയും. അടുത്ത പ്രീ പ്രൊസസർ ഡയറക്റ്റീവ് ആണ്. പ്രീ പ്രൊസസർ ഈസ് എ പ്രോഗ്രാം ദാറ്റ് പ്രോസസ് സോഴ്സ് കോഡ് ബിഫോർ ഇറ്റ് പാസസ് ത്രൂ ദ കമ്പ്യൂട്ടർ. അതായത് ചുരുക്കം പറഞ്ഞാൽ പ്രീ പ്രൊസസർ എന്താണ് ചെയ്യുന്നത്? ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് എന്താണ്, ഒരു പ്രോഗ്രാം പ്രോസസ് ചെയ്യുന്ന സമയത്ത് ഒരു സോഴ്സ് കോഡ് ഇത് പ്രോസസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് കമ്പൈലറിന് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കും. preprocessor operator under the control of preprocessor command line or directive. preprocessor operator ആരുടെ കൺട്രോളിലാണ്? preprocessor കമാൻഡിന്റെ അല്ലെങ്കിൽ ഡയറക്റ്റീവിന്റെ അണ്ടറിലാണ്. preprocessor directives are placed in source program before the main line. അതായത് preprocessor directives എങ്ങനെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്? മെയിൻ ലൈനിന് മുമ്പായിട്ടാണ് സോഴ്സ് പ്രോഗ്രാമിൽ പ്ലേസ് ചെയ്തിരിക്കുന്നത്. Before the source code passes through the compiler, it is examined by the preprocessor for any preprocessor. അതായത് എന്താണ്, സോഴ്സ് കോഡ് കമ്പൈലറിന് പാസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് എന്താണ് preprocessor എക്സാമിൻ ചെയ്യും. അടുത്ത if any appropriate actions are taken and then the source program is handed over through the compiler. അതായത് ഏതൊരു പ്രോഗ്രാം സോഴ്സ് പ്രോഗ്രാമിൽ എന്തെങ്കിലും അപ്രോപ്രിയേറ്റ് ഉള്ള ആക്ഷൻസ് എടുക്കണമെങ്കിൽ എന്താണ് കമ്പൈലറിലൂടെ ആയിരിക്കും ചെയ്യുന്നത്. Preprocessor directive follows special syntax rules that are different from normal syntax. അതായത് preprocessor directives സ്പെഷ്യൽ സിന്റാക്സ് റൂൾസ് ഫോളോ ചെയ്യുന്നുണ്ട്. അത് നോർമൽ സിന്റാക്സിൽ നിന്നും ഡിഫറെന്റ് ആയിരിക്കും. The all begin with the symbol hash. അതായത് ഈ ഒരു preprocessor directives ഒക്കെ തന്നെ ആരംഭിക്കുന്നത് ഹാഷിലായിരിക്കും. A set of commonly used preprocessor directives are, അതായത് സെറ്റ് ഓഫ് കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന preprocessor directives ഏതൊക്കെയാണെന്ന് വെച്ചാൽ hash define, hash def, hash include, hash if def, hash indef, hash if and def, hash if, hashes. ഇതൊക്കെയാണ് നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന preprocessor directives. These directives can be divided into 3 categories. ഈ ഡയറക്റ്റീവ്സിനെ മൂന്നായിട്ട് തരംതിരിക്കാം. ഏതൊക്കെയാണ്? ഒന്നാമത്തെ മാക്രോ സബ്സ്റ്റിറ്റ്യൂഷൻ ഡയറക്റ്റീവ്, രണ്ടാമത്തെ ഫയൽ ഇൻക്ലൂഷൻ ഡയറക്റ്റീവ്, മൂന്നാമത്തെ കമ്പൈലർ കൺട്രോൾ സ്റ്റേറ്റ്മെന്റ് ഡയറക്റ്റീവ്സ്. ഇതിൽ മാക്രോ സബ്സ്റ്റിറ്റ്യൂഷൻ ഡയറക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ മാക്രോ സബ്സ്റ്റിറ്റ്യൂഷൻ ഈസ് എ പ്രോസസ് വെയർ ആൻ identifier in a program is replaced by a predefined string composed of one or more tokens. അതായത് മാക്രോ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് വെച്ചാൽ ഒരു പ്രോസസ് ആണ്. അതായത് ഒരു പ്രോഗ്രാമിൽ ഐഡന്റിഫയറിന് ഒരു പ്രീ ഡിഫൈൻഡ് സ്ട്രിംഗ് ഒന്നിൽ കൂടുതൽ ടോക്കൺസ് ഉപയോഗിച്ച് നിർമ്മിച്ച പ്രീ ഡിഫൈൻഡ് സ്ട്രിംഗുമായിട്ട് റീപ്ലേസ് ചെയ്യുന്നതിന് ഐഡന്റിഫയർ ആയിട്ട് റീപ്ലേസ് ചെയ്യുന്നതാണ്. The preprocessor accomplishes the task under the direction of hash defined statement. ഈ preprocessor എങ്ങനെയാണ് ഈ ഒരു ടാസ്കിനെ അക്കോംപ്ലിഷ് ചെയ്യുന്നത്? ഹാഷ് ഡിഫൈൻ സ്റ്റേറ്റ്മെന്റിന്റെ ഡയറക്ഷൻ ഉപയോഗിച്ചിട്ടാണ്. The statement is known as macro definition. General form hash define identifier string. അതായത് ഈ ഒരു മാക്രോ സബ്സ്റ്റിറ്റ്യൂഷൻ ഡയറക്റ്റീവിന്റെ ജനറൽ ഫോം എന്ന് വെച്ചാൽ ഹാഷ് ഡിഫൈൻ ഐഡന്റിഫയർ സ്ട്രിംഗ് ആണ്. ഈ സ്റ്റേറ്റ്മെന്റ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ പ്രോഗ്രാം അറ്റ് ദ ബിഗിനിങ്. അതായത് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഒരു പ്രോഗ്രാമിന്റെ ആരംഭിക്കുന്ന സ്ഥലത്താണ് ഉപയോഗിക്കുന്നത്. The preprocessor replaces every occurrence of identifier in the source code by the string. അതായത് എല്ലാ ഐഡന്റിഫയറിനെ സ്ട്രിംഗുമായിട്ട് സോഴ്സ് കോഡിൽ റീപ്ലേസ് ചെയ്യും. The string may be any text, while the identifier must be a valid seed name. Hash define ABC100. അടുത്ത file inclusion ആണ്. An internal file containing functions or macro definitions can be included as a part of the program so that user needed not rewrite those functions or macro definitions.
These are achieved by preprocessor directive #include file name, where file name is the name of the file containing the required definition or function. അതായത് ഒരു എക്സ്റ്റേണൽ ഫയലിൽ ഫങ്ഷൻസും മാക്രോ ഡെഫിനിഷൻസും ഒക്കെ കൊണ്ടിരിക്കും. അതിനെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു പ്രോഗ്രാമിന്റെ ഒരു ഭാഗമായിട്ടാണ് അതിനെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് യൂസറിന് ഈ ഫങ്ഷൻസ് അല്ലെങ്കിൽ മാക്രോ ഡെഫിനിഷൻ റീറൈറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. This is achieved by preprocessor directive #include file name. അതായത് ഇത് എങ്ങനെയാണ് നമ്മൾ അച്ചീവ് ചെയ്യുന്നത്, #include file name ഉപയോഗിച്ചിട്ടാണ്. Where file name is the name of the file containing the required definition or function. The preprocessor insert the interior contents of the file name into source of the program. When the file name is included with a double quotation mark, file name എങ്ങനെയായിരിക്കും, double quotation markനകത്തായിരിക്കും. The search for the file name is made first in the current directory and then in standard directory. ആദ്യം ഈ file name എവിടെ ആയിരിക്കും സെർച്ച് ചെയ്യേണ്ട, current directory യിൽ, അതിനുശേഷം standard directory യിലായിരിക്കും. #include file name. The file is search only in standard directives. അതായത് standard directives ൽ മാത്രമേ ഫയൽ സെർച്ച് ചെയ്യാൻ പറ്റൂ. #include std_include test.c. ഇത് രണ്ടും ഡബിൾ കൊട്ടേഷൻ മാർക്കിനുള്ളിലാണ്. കമ്പൈലർ കൺട്രോൾ ഡയറക്ടറീസിന്റെ ജനറൽ ഫോം എന്ന് വെച്ചാൽ #if കോൺസ്റ്റന്റ് എക്സ്പ്രഷൻ സ്റ്റേറ്റ്മെന്റ്സ് #end if ജനറൽ ഫോം #if expression 1 statement 1 #else if expression 2 statement 2 #else if expression 3 statement 3. #else statement in example #include stdio.h #define max 100 (of open braces ലെ #if max greater than 99 printf compilation for small array ഡബിൾ കോട്സിനകത്താണ് compilation for small array സെമിക്കോളനിൽ ക്ലോസ് ചെയ്ത് #end if ക്ലോസ് ഓഫ്. ഇതാണ് ഒരു C പ്രോഗ്രാമിന്റെ എക്സാമ്പിൾ. The C character set. A character denotes any alphabet, digits or special symbol which are the basic building blocks used in the program elements. അതായത് ക്യാരക്ടർ എങ്ങനെയായിരിക്കും ഡിനോട്ട് ആണ്, ക്യാരക്ടർ എന്ന് ഉദ്ദേശിക്കുന്നത് ആൽഫബറ്റ് ആയിരിക്കാം, ഡിജിറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ സ്പെഷ്യൽ സിമ്പിൾ ആയിരിക്കാം. ഇത് എന്താണ്, ഒരു പ്രോഗ്രാം ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ബിൽഡിംഗ് ബ്ലോക്സ് ആണ്. അടുത്ത identifiers and keywords. Identifiers are names given to various program like variables, constant, functions and arrays. അതായത് arrays, functions, constants, variables പോലുള്ളവയ്ക്കൊക്കെ പേര് കൊടുക്കുന്നതാണ് identifiers. The identifier should begin with a alphabet may consist of alphabet digits. അതായത് ഉറപ്പായിട്ടും ഇത് തുടങ്ങേണ്ടത് ഒരു ആൽഫബറ്റിലായിരിക്കും, അതിനുശേഷം ഡിജിറ്റ്സ് ഉപയോഗിക്കാം. A1, B1, X1, ഇതൊക്കെ X1A ഇതൊക്കെയാണ് എക്സാമ്പിൾസ്. And the keywords. Keywords are certain identifier reserved for specific usages in C. Specific ആയിട്ടുള്ള ഉപയോഗിക്കുന്ന ഇതാണ് കീവേഡ്സ്. കീവേഡ്സ് have predefined meaning. മെയിൻ ആയിട്ടുള്ള പോയിന്റ് ആണ്, കീവേഡ്സിന് predefined ആയിട്ടൊരു മീനിങ് ഉണ്ടായിരിക്കും and can be used only for their intended purpose. They cannot be used for some other purpose. അതായത് ഒരു intended ആയിട്ടുള്ള പർപ്പസിന് വേണ്ടിയിട്ടാണ് കീവേഡ്സ് ഉപയോഗിക്കുന്നത്, മറ്റു പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നില്ല. അതായത് else, if ഇതാണ് കീവേഡ്സ്. അടുത്ത വേരിയബിൾസ്. വേരിയബിൾ is identifier that is used to represent a single data item. ഒരു സിംഗിൾ ഡാറ്റ ഐറ്റത്തിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വേരിയബിൾ ഉപയോഗിക്കുന്നത്. Once a data item is assigned to identifier, then the item access to that. അതായത് ഒരിക്കൽ ഒരു ഡാറ്റയ്ക്ക് ഈ ഒരു വേരിയബിളിനെ അസൈൻ ചെയ്ത് കൊടുത്താൽ അതൊരു ഐഡന്റിഫയർ ആയിട്ട് നമുക്ക് പിന്നെ അതിനെ ആക്സസ് ചെയ്യാൻ സാധിക്കും. ലേറ്റർ ആയിട്ട് നമ്മൾ എങ്ങനെയാണ് റെഫർ ചെയ്യുന്നത്, വേരിയബിൾ നെയിം ഉപയോഗിച്ചിട്ടാണ് റെഫർ ചെയ്യുന്നത്. അടുത്ത കോൺസ്റ്റൻസ് ആണ്. കോൺസ്റ്റൻസ് ഹാവ് ഫിക്സഡ് വാല്യൂ. കോൺസ്റ്റന്റ് ഫിക്സഡ് ആയിട്ടുള്ള ഒരു വാല്യൂ ഉണ്ട്, അതായത് 5, 10 അതൊക്കെയാണ് കോൺസ്റ്റൻസ്. ഇതിന്റെ വാല്യൂ നമുക്ക് മാറ്റാൻ കഴിയില്ല, ഫിക്സഡ് ആയിട്ടുള്ള വാല്യൂ ആയിരിക്കും. ഡാറ്റ ടൈപ്സ്. ഡാറ്റ ടൈപ്പ് is an interpretation applied to a string of bits. Then a data type is defined as a finite set of values along with a set of rules for operation. ഒരു ഓപ്പറേഷന് സെറ്റ് ഓഫ് റൂൾസ് ഉണ്ടായിരിക്കും, അതിൽ തന്നെ സെറ്റ് ഓഫ് വാല്യൂസ്, ഫൈനൈറ്റ് ആയിട്ടുള്ള സെറ്റ് ഓഫ് വാല്യൂസിനെ ഡിഫൈൻ ചെയ്യുന്നതാണ് ഡാറ്റ ടൈപ്പ്. There are 3 basic data type. 3 ബേസിക് ആയിട്ടുള്ള ഡാറ്റ ടൈപ്പ് ഉണ്ട്. ഒന്നാമത്തെ ക്യാരക്ടർ, ഇന്റീജർ, ഫ്ലോട്ടിംഗ് പോയിന്റ്. 2 other popular data types OID and enumeration ഡാറ്റ ടൈപ്പ് ആണ്. അതായത് എനോമറേഷൻ എന്ന് ഉദ്ദേശിക്കുന്ന എനം, ഓയിഡ് എനം. ഓയിഡ് നമുക്ക് അറിയാം, നമ്മൾ കാണുന്നുണ്ട്. എനം കുറച്ചും കൂടി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പ്രോഗ്രാംസിൽ എനം ഉപയോഗിക്കും, എനോമറേഷൻ ഉപയോഗിക്കും. അടുത്ത ക്യാരക്ടർ, യൂസ് ഫോർ
ASCII ക്യാരക്ടർ അതായത് KB or other 8-bit quantity, അതായത് KB അങ്ങനെയൊക്കെയുള്ള ASCII ക്യാരക്ടേഴ്സ് 8-bit ക്വാണ്ടിറ്റിയിലുള്ള ASCII ക്യാരക്ടേഴ്സിന് വേണ്ടിയിട്ട് ക്യാരക്ടർ ഉപയോഗിക്കുന്ന ഇന്റീജർ can hold integer quantities that do not contain a decimal point. ഇന്റീജറിൽ എന്താണ് ഡെസിമൽ പോയിന്റ്സ് ഉൾക്കൊള്ളുക, contain jail. And the float used to store numbers with irrational component or when large numbers are involved. At the double, sir, same purpose, but there is considerable difference in magnitude and precision of the numbers. They can hold. Void എന്ന് വെച്ചാൽ used along with the functions which do not return any values to the function. Function കളുടെ values ഒന്നും return ചെയ്യുന്നില്ല, എങ്കിലും എന്താണ് ഫങ്ഷൻസിൽ ഉപയോഗിക്കുന്ന ഒരു മെയിൻ ഫങ്ഷൻ ആണ് void. ഓക്കെ, അപ്പം ഇത് കോമൺ ആയിട്ടുള്ള ഡാറ്റ ടൈപ്സ്. അപ്പൊ നമ്മളിന്ന് നോക്കിയത് സിയെ കുറിച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. സി ആരാണ് ഇൻവെന്റ് ചെയ്തത്, എപ്പോഴാണ് ഇംപ്ലിമെന്റ് ചെയ്തത്, പിന്നെ അതിന്റെ കുറച്ച് അഡ്വാൻറ്റേജസ് ഒക്കെ നോക്കി. പിന്നെ ആ ഒരു സി പ്രോഗ്രാമിന്റെ ബേസിക് സ്ട്രക്ചർ എന്താണെന്ന് നോക്കി. പിന്നെ എന്താണ് സിയുടെ സ്ട്രക്ചറിലെ ഡോക്യുമെന്റേഷൻ സെക്ഷൻ, ലിങ്ക് സെക്ഷൻ, ഡെഫിനേഷൻ സെക്ഷൻ, ഗ്ലോബൽ സെക്ഷൻ, പിന്നെ ഒരു മെയിൻ ഫംഗ്ഷനകത്തുള്ള സാധനങ്ങൾ, സബ് പ്രോഗ്രാം സെക്ഷൻസ്, ഇതൊക്കെ നോക്കി. പിന്നെ എന്താണ് നോക്കിയത്, പിന്നെ പ്രീ പ്രോസസർ ഡയറക്റ്റീവ്സ് നോക്കി. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ നോക്കിയത് ഈ ഒരു ഡാറ്റ ടൈപ്സ് ആണ്. ഡാറ്റ ടൈപ്സ് പിന്നെ ഇതൊക്കെ അതൊക്കെയാണ് നോക്കിയത്. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കിയത്. അപ്പം എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.